മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. പറുദീസായിൽ ദൈവം തന്നൊരു രക്ഷാവാഗ്ദാനം, യേശുനാഥനല്ലയോ. പ്രവാചകന്മാർ മുന്നേ ചെന്നൊരു സന്ദേശം, യേശുനാഥനല്ലയോ, യേശുനാഥനല്ലയോ. പറുദീസായിൽ ദൈവം തന്നൊരു രക്ഷാവാഗ്ദാനം, യേശുനാഥനല്ലയോ. പ്രവാചകന്മാർ മുന്നേ ചൊന്നൊരു സന്ദേശം, യേശുനാഥനല്ലയോ, യേശുനാഥനല്ലയോ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ദൈവം മാനവരക്ഷയ്ക്കായി തന്നൊരു നാമമേ, യേശുവെന്നൊരു നാമമേ. ഭൂലോകങ്ങൾ മുട്ടുമടക്കും ഉന്നത നാമമേ, യേശുവെന്നൊരു നാമമേ, യേശുവെന്നൊരു നാമമേ. ദൈവം മാനവരക്ഷയ്ക്കായി തന്നൊരു നാമമേ, യേശുവെന്നൊരു നാമമേ. ഭൂലോകങ്ങൾ മുട്ടുമടക്കും ഉന്നത നാമമേ, യേശുവെന്നൊരു നാമമേ, യേശുവെന്നൊരു നാമമേ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ഈശോ സ്തുതിയായിരിക്കട്ടെ. നമ്മള് ഷൂബിന്റെ 4ാമത്തെ സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു, മനുഷ്യൻ പാപാവസ്ഥയിലാണ്, വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നിന്ന് ആര് നമ്മെ മോചിപ്പിക്കും എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്, യേശുരക്ഷകൻ. ഇന്ന് നമുക്കായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നത് നമ്മുടെ ഷിബു ജോസഫാണ്. അവർ ഈ ഓൺലൈൻ പ്രോഗ്രാം ഇതേപോലെ ആരംഭിക്കാൻ ദൈവം ആദ്യമേ പ്രേരണ നൽകുന്നത് ഷിബുവിനാണ്. ഷിബുവിന്റെ ചിന്തയിലേക്കാണ് പരിശുദ്ധാത്മാവ് ഈ ഓൺലൈൻ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ചിന്തകൾ നൽകിയത്. ഹോളി ഹോം മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ഏറ്റവും ആദ്യം ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത് ഷിബുവിലൂടെയാണ്. ഇതിന്റെ ഓരോ ഘട്ടങ്ങളും എങ്ങനെയൊക്കെ വേണമെന്നൊക്കെ പരിശുദ്ധാത്മാവ് കൊടുത്തതും ഷിബുവിനാണ്. ആ ഷിബു ഇപ്പോഴ് കണ്ണൂർ ജില്ലയിലെ ഒരു ഇടവകയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്ക് ഷിബുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കാം. ഷിബു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ വീണ്ടും മാണിച്ചേട്ടൻ നമ്മോട് പറഞ്ഞതുപോലെ തന്നെ 4ാമത്തെ ആഴ്ചയിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ, കഴിഞ്ഞ ഒരാഴ്ച കാലം മുഴുവൻ
നമ്മുടെ പാവാവസ്ഥയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നതിന്, ഞാൻ ദുർഭകനായ മനുഷ്യനാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നാം കടന്നു വരുന്നതിന് പ്രത്യേകമായി നാം പരിശ്രമിക്കുകയായിരുന്നു. യേശുക്രിസ്തുവിലൂടെ കൈവന്ന ആ വലിയ ദൈവീക രക്ഷാകര പദ്ധതിയെ ആഴത്തിൽ നാം തിരിച്ചറിയുന്നതിന്, മനസ്സിലാക്കുന്നതിന് ഒക്കെ അവിടെ നിന്ന് നമ്മെ ഇടയാക്കുന്ന ഒരു സന്ദർഭമായിരുന്നു ഇത് എന്നുള്ളതാണ്. ഫുൾ സ്ക്രീൻ ആയില്ലായിരുന്നു. സ്ലൈഡ് ഷോ ബിഗിനിങ് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് കൊടുത്താലും ചിലപ്പോൾ അങ്ങനെ കിട്ടാറുണ്ട്. ഓക്കെ. അപ്പോൾ ആ യേശുക്രിസ്തുവിലൂടെ കൈവന്ന ഒരു രക്ഷയെക്കുറിച്ച്, നമ്മുടെ സാത്താന്റെ അടിമത്തത്തിൽ നിന്ന്, അവിടുത്തെ ക്രൂര ഭരണത്തിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്ത് രക്ഷിച്ച യേശുക്രിസ്തുവിലൂടെ കൈവന്ന രക്ഷയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരാഴ്ച ധ്യാനിക്കാൻ പോകുന്നത്. പ്രത്യേകമായിട്ട് ഈ ഒരാഴ്ച നാം കടന്നു പോകുമ്പോൾ ഈശോയുടെ പീഡാസഹന കുരിശുമരണ ഉത്ഥാനത്തെക്കുറിച്ച്, വലിയ നോയമ്പിന്റെ ഏറ്റവും അവസാനത്തെ വലിയ ആഴ്ചകളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേകമായ കരുതലാലും സ്നേഹത്താലും നമ്മൾ ആ വിഷയത്തിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ദൈവം ഇടയാക്കി എന്നതിന് നമുക്ക് ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയാം. അപ്പൊ യേശുക്രിസ്തു എങ്ങനെയാണ് നമ്മെ വീണ്ടെടുത്തത്, രക്ഷിച്ചത് എന്നതാണ് ഈ സമയങ്ങളിൽ നാം കാണാൻ ശ്രമിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവപുത്രനായ യേശുക്രിസ്തു കുരിശിൽ മരിച്ച നമ്മുടെ പാപകടങ്ങൾ വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞു എന്നതാണ് നിത്യമായ സത്യം. അത് യാഥാർത്ഥ്യമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് അവിടുന്ന് പീഡകൾ ഏറ്റ് കാൽബരി മലയിൽ കുരിശിൽ 3 ആണികളിൽ തൂങ്ങപ്പെട്ട് പരിപൂർണ നഗ്നനായി അവിടുന്ന് മരിക്കുകയും ജോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെടുകയും അരുളി ചെയ്തതുപോലെ 3-ാം ദിനം അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നീട് 40 ദിവസത്തോളം അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് തൻ്റെ ഉദ്ധാരത്തെ അവിടുന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് പിതാവിന്റെ വലതുഭാഗത്തേക്ക് ഉപവിഷ്ടനാകുകയും ചെയ്ത നമ്മുടെ രക്ഷകനും കർത്താവും ക്രിസ്തുവുമായ കർത്താവ് ഈശോ മിശിഹായിലൂടെ കൈവന്ന രക്ഷയെക്കുറിച്ചാണ് സ്നേഹമുള്ളവരെ നമ്മൾ ആഴത്തിൽ ഒന്ന് പരിശോധിക്കാൻ, കണ്ടെത്താൻ, ആ യേശുക്രിസ്തുവിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും പരമേൽപ്പിക്കുവാൻ, ആ ക്രിസ്തുവിന്റെ മക്കളേക്ക് അല്പം കൂടി നടക്കുവാനായിട്ട് നാം ശ്രമിക്കുന്നത് പ്രകാരമാണ്. ഈ കഥാവായ യേശുക്രിസ്തു പർദീസായിൽ വെച്ച് സാത്താന്റെ അടിമത്തത്തിൽ അകപ്പെട്ടു പോയ ആദ്യ മാതാപിതാക്കൾ സാത്താന്റെ വാക്കുകേട്ട് തങ്ങളെ തന്നെ അതവർക്ക് സമർപ്പിച്ച പ്രപഞ്ചം മുഴുവൻ സാത്താന്റെ അടിമത്തത്തിലേക്ക് അകപ്പെട്ടു പോയപ്പോൾ തന്നെ ദൈവം രക്ഷകനെ വാഗ്ദാനം ചെയ്തു. അല്ലെങ്കിൽ തകർന്നു പോയ ആ ദൈവിക പദ്ധതി അവിടുന്ന് പുനർവിഭാവനം ചെയ്തുകൊണ്ട് അതിനുള്ള പുതിയ പദ്ധതികൾ അവിടുന്ന് ഒരുക്കുകയാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 3:15 നാം വായിക്കുന്നത്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരമേൽപ്പിക്കും. പർദീസായിൽ വെച്ച് അവിടുന്ന് ആദ്യ മാതാപിതാക്കളെ പുറത്താക്കുമ്പോൾ തന്നെ പിതാവായ ദൈവം ഈ രക്ഷകനെ വാഗ്ദാനം ചെയ്യുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ രക്ഷകൻ വരാനായിട്ട് കാലതാമസം ഉണ്ടായത് എന്ന് നാം ചിന്തിക്കുമ്പോൾ, എന്ത് കാരണത്താലാണ് നമുക്ക് ഈ ഒരു കാല വിളംബരം വന്നത് എന്ന് നാം കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അവിടെ ആ പർദീസായിലെ വ്യക്തി വാഗ്ദാനം ചെയ്യപ്പെട്ട ആ രക്ഷകനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ആ രക്ഷകന് വേണ്ടി ഒരു ജനത്തെ ഒരുക്കിക്കൊണ്ടുവരുന്ന പിതാവായ ദൈവത്തിന്റെ പദ്ധതിയെ നാം കാണുന്നുണ്ട്. അബ്രാഹത്തിന്റെ വിളിയോടുകൂടി ആരംഭിച്ചുകൊണ്ട് ഒരു ജനതയെ രൂപപ്പെടുത്തിക്കൊണ്ട് രക്ഷകന്റെ ജനനത്തിനായി പരിപൂർണമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവം ഒരു ജനതയെ വളർത്തി വലുതാക്കുന്ന
വലിയ ഒരു ചിത്രം നാം അവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ മത്തായിയുടെ സുവിശേഷം 1:21 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവനെ യേശു എന്ന പേരിടണം, എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഗബ്രിയേൽ മാലാഖ യൗസേപ്പ് പിതാവിനോട് സൂചിപ്പിക്കുന്ന, ജോസഫിനെ ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ്. ജോസഫ് തന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞ പരിശുദ്ധ മറിയം ഗർഭിണിയാണ് എന്ന് കേട്ട് അത് മനസ്സിലാക്കി അവിടുന്ന് അവളെ സൂത്രത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുമ്പോൾ ദൈവദൂതൻ അവന് പ്രത്യക്ഷനായി ദൈവത്തിന്റെ പദ്ധതിയെ ജോസഫിന് വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ ജോസഫിനോട് പറയുന്ന ഭാഗമാണ്, മറിയം ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന പേരിടണം, എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. തന്റെ ജനത്തെ സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവൻ മാതാവിന്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ജനിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ് എന്ന് ജോസഫിനെ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെയാണ് പൗലോസപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മനോഹരമായ ദൈവവചനമാണ്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു, അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. കാലസമ്പൂർണത വന്നപ്പോൾ പരിപൂർണമായ സഹകരണം മനുഷ്യന്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ, യൗസേപ്പ് പിതാവിന്റെയും മാതാവിന്റെയും ഭാഗത്തു നിന്ന് പരിപൂർണമായ ദൈവിക പദ്ധതിക്കുള്ള സഹകരണം അവിടുന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ, സമ്മതിച്ചപ്പോൾ രക്ഷകൻ അവിടെ പിറക്കുകയാണ്. ആണ് സ്ത്രീയിൽ നിന്ന് ജാതനായി എന്ന് അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ലൂക്കായുടെ സുവിശേഷം 2:11 രാത്രിയിൽ ആടുകളെ ഉറക്കി മേയിച്ചുകൊണ്ടിരുന്ന ആട്ടിടയന്മാർക്ക് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു പറയുന്ന ഭാഗമാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. എത്ര മനോഹരമായ ദൈവവചനമാണ്. ദാവീദിന്റെ പട്ടണത്തിൽ, അപ്പത്തിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, നിങ്ങളെ രക്ഷിക്കുന്നവൻ, സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്നവൻ കർത്താവായ ക്രിസ്തു, നിങ്ങളുടെ ജീവിതത്തിന്റെ ഉടയവനും സർവസമ്പന്നനുമായ ആ ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്ന് അവിടുന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 2:28-30 നാം കാണുന്ന സംഭവം. പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും യഹൂദ നിയമപ്രകാരം ദേവാലയത്തിൽ ശിശുവിനെ കാഴ്ചവെക്കാനായിട്ട് കൊണ്ടുചെല്ലുമ്പോൾ ശിമയോന്റെ കൈകളിൽ ഉണ്ണിയേശുവിനെ നൽകി കഴിയുമ്പോൾ ശിമയോൻ പറയുന്ന വാക്കുകളാണ് അവിടെ നമ്മൾ ഇപ്രകാരം കാണുന്നത്. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണം. എന്നാൽ സകല ജനങ്ങൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ശിമയോൻ പറയുകയാണ്, ദൈവമേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഞങ്ങളെ രക്ഷിക്കുന്നവൻ, മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നവൻ ഇവനാണ് എന്ന്, ഈ ശിശുവാണ് എന്ന് എന്റെ കണ്ണുകൾ കണ്ടു, എന്നെ സമാധാനത്തോടെ പറഞ്ഞയക്കണമേ എന്ന് അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ്. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ സൂചിപ്പിക്കുകയാണ്, വാഗ്ദാന പ്രകാരം സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷകൻ, ദൈവം വാഗ്ദാനം ചെയ്തവൻ, പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നും യൗസേപ്പ് പിതാവിൽ നിന്നും ജനിച്ച നസ്രയനായ യേശു ക്രിസ്തുവാണ് എന്ന വിശുദ്ധ ഗ്രന്ഥം ഒരു സംശയത്തിനും ഇടമില്ലാത്ത വിധം അവിടുന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്.
അത് തന്നെയാണ് അവിടുന്ന് ഈശോ വീണ്ടും ഈ സാക്ഷ്യം ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് അവിടെ പറയുന്നത് രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണ്. ഈശോ തന്നെയാണ് വരാനിരുന്ന രക്ഷകൻ എന്ന യേശു തന്നെ സാക്ഷ്യം നൽകുന്നുണ്ട്. തന്നെ കുറിച്ച് തന്നെ ഈശോ സാക്ഷ്യം നൽകുന്ന ഭാഗമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ. അവിടുന്ന് സിനഗോഗിൽ ചെന്നപ്പോൾ വായിക്കാനായി വിശുദ്ധ ഗ്രന്ഥം ഭാഗം നൽകുകയും അവൻ തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കാണുകയും ചെയ്തു: കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യവുമായ വത്സരവും പ്രഖ്യാപിക്കാനാണ് അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നത് എന്ന് അവിടുന്ന് പഴയ നിയമത്തിൽ നിന്ന് വായിച്ചിട്ട് ആ വിശുദ്ധ ഗ്രന്ഥം അടച്ചു വെച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ച് അതിനുശേഷം അവിടുന്ന് ഇരുന്നിട്ട് പറഞ്ഞു: ഇന്ന് നിങ്ങൾ കേട്ടിരിക്കെ ഈ വചനം പൂർത്തിയായിരിക്കുന്നു എന്ന്. നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രക്ഷകൻ ഞാൻ തന്നെയാണ് എന്ന് ദരിദ്രരോട് സുവിശേഷം പറയുന്ന, അന്ധന് കാഴ്ചയും ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ സമ്പൂർണമായ വിമോചനം നൽകുന്നവൻ അവിടുന്നാണ് എന്ന പ്രിയപ്പെട്ടവരെ അവിടുന്ന് സാക്ഷി നൽകുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 10:10 നമ്മൾ വായിക്കുന്നത്: മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്, എന്നാൽ ഞാൻ വന്നിരിക്കുന്ന അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10:10 നമ്മൾ കാണുകയാണ്. ആരാണ് കള്ളൻ? സാത്താൻ മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് വന്നത്. ആദ്യ മാതാപിതാക്കളിൽ നിന്ന് അവിടുന്ന് മനുഷ്യകുലത്തെ മോഷ്ടിച്ച് നിത്യനാശത്തിലേക്ക് അവിടുന്ന് നിബന്ധിക്കാൻ ഇടയായെങ്കിൽ ഈശോ പറയും: ഞാൻ വന്നിരിക്കുന്നത് ആ മോഷ്ടാവിൽ നിന്നെല്ലാം തിരിച്ചു മേടിക്കുന്നതിനും നഷ്ടപ്പെട്ടു പോയ ജീവൻ സമൃദ്ധമായി നൽകുന്നതിനുമാണ് എന്ന് ഈശോ തന്നെ കുറിച്ച് തന്നെ സാക്ഷി നൽകുകയാണ്. വീണ്ടും സ്നാപയോഹന്നാന്റെ സാക്ഷ്യത്തെ കുറിച്ച് യോഹന്നാൻ സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് 1:34. ഞാൻ അത് കാണുകയും, ഈശോയുടെ ജ്ഞാനസ്നാന വേളയിൽ സ്നാപയോഹന്നാൻ ജലത്താൽ സ്നാനം നൽകുമ്പോൾ അതിനുശേഷം യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്: ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇവൻ ദൈവപുത്രനാണ് എന്ന് സ്നാപയോഹന്നാൻ സാക്ഷ്യം നൽകുകയാണ്. വീണ്ടും യോഹന്നാൻ സുവിശേഷം തന്നെ പറയുന്നുണ്ട്: വിശുദ്ധ ലിഖിതം മുഴുവൻ യേശു തന്നെയാണ് പ്രതീക്ഷയോടെ കാത്തിരുന്ന രക്ഷകൻ എന്ന്. മനുഷ്യകുലം പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചിരുന്ന രക്ഷകൻ, കാത്തിരുന്നവൻ യേശു തന്നെയാണെന്ന്, ക്രിസ്തു തന്നെയാണെന്ന്, മിശിഹ തന്നെയാണെന്ന് വിശുദ്ധ ലിഖിതം സാക്ഷ്യം നൽകുകയാണ്. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്നാൽ അവയിൽ നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവ തന്നെയാണ് എന്നെ കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. വീണ്ടും പിതാവ് തന്നെ പുത്രനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3:17 ഈശോയുടെ ജ്ഞാനസ്ഥാന സമയത്ത്: ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും ചെയ്തു. അപ്പോൾ യേശുവും സ്നാപയോഹന്നാനും വിശുദ്ധ ലിഖിതവും പിതാവുമെല്ലാം സാക്ഷ്യപ്പെടുത്തിയ രക്ഷകൻ ക്രിസ്തു തന്നെയാണ് എന്ന് അവിടുന്ന് അസന്നിഗ്ധമായി വിശുദ്ധ ഗ്രന്ഥം ഒരു സംശയത്തിനും ഇട നൽകാൻ കഴിയാത്ത വിധം ഉറപ്പിച്ചുറപ്പിച്ചുറപ്പിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആദ്യ മാതാപിതാക്കൾ സാത്താന്റെ അടിമത്തത്തിൽ അകപ്പെട്ടപ്പോൾ അവന്റെ വാക്ക് കേട്ട് അനുസരിച്ച് തങ്ങളെ തന്നെ സാത്താന്റെ അടിമകളായി കൊടുത്തപ്പോൾ ദൈവത്തോടുള്ള ബന്ധവും തന്നോട് തന്നെയുള്ള ബന്ധവും മറ്റു മനുഷ്യരോടുള്ള ബന്ധവും പ്രപഞ്ചത്തോടുള്ള ബന്ധവും നഷ്ടപ്പെട്ടെങ്കിൽ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ജനനവും അവിടുത്തെ രഹസ്യ ജീവിതവും അവിടുത്തെ പരസ്യ ജീവിതവും പീഡാസഹന കുരിശുമരണ ഉദ്ധാന സ്വർഗാരോഹണത്തിലൂടെ അവിടുന്ന് ഈ എല്ലാ ബന്ധങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുവെന്ന വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുകയാണ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യമാക്കിക്കൊണ്ട് മനുഷ്യനായി ഈ ലോകത്തിൽ അവിടുന്ന് അവതരിച്ച യോസേപ്പിതാവിനും മാതാവിനും കീഴ്വഴങ്ങി ജീവിച്ചുകൊണ്ട് എല്ലാവരെയും അനുസരിച്ച് വിധേയപ്പെട്ടുകൊണ്ട് അവിടുന്ന് അനുരഞ്ജനം സാധ്യമാക്കുകയാണ്.
എഫെസോസ് 2:14-15 നമ്മൾ കാണുന്നുണ്ട്. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്, ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ അവൻ തകർക്കുകയും ചെയ്തു. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ അവൻ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ശത്രുതയുടെ സാത്താന്റെ മതിലുകളെ അവൻ തകർത്തുകൊണ്ട് അനുരഞ്ജനം സാധ്യമാക്കി എന്ന് പറയുമ്പോൾ കൊലോസ്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നുണ്ട് 1:20 സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവർ, ഈ വിശുദ്ധ ഗ്രന്ഥമെല്ലാം നമ്മോട് പറയുന്നത് ഈ ലോകത്തിൽ എന്തൊക്കെ മാറിയാലും മാറ്റമില്ലാത്ത നിത്യജീവൻ നൽകുന്ന ആ വചനം, സത്യമായ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ അവിടുത്തെ സ്വർഗാരോഹണം വരെയുള്ള അവിടുത്തെ ജീവിതത്തിലൂടെ സാത്താന്റെ അടിമത്തത്തിലേക്ക് അകപ്പെട്ടു പോയ മനുഷ്യകുലത്തിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാ ബന്ധങ്ങളെയും അവിടുന്ന് പുനഃസ്ഥാപിച്ചുകൊണ്ട് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും മധ്യസ്ഥനായി അവിടുന്ന് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. രണ്ട്, സാത്താന്റെ അടിമത്തത്തിലേക്ക് അകപ്പെട്ടു പോയ മനുഷ്യകുലത്തെ, തെറ്റ് ചെയ്ത മനുഷ്യവംശത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് കുരിശിൽ മരിച്ചുകൊണ്ട് അവിടുന്ന് പ്രിയപ്പെട്ടവരെ നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആ കുരിശുമരണം, പ്രിയപ്പെട്ട വലിയ ആഴ്ചകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഈശോയുടെ പീഡാസഹന കുരിശുമരണത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ അവന്റെ ശരീരത്തിലേറ്റ ഓരോ പീഡനങ്ങളും അത് നമ്മുടെ പാപത്തിന്റെ, മനുഷ്യകുലത്തിന്റെ, നാം ഓരോരുത്തരെയും പാപത്തിന് പരിഹാരമായി അവിടുന്ന് കുരിശിൽ മരിച്ചുകൊണ്ട് നമ്മെ വീണ്ടെടുത്തു എന്നുള്ളതാണ്. അവിടെയാണ് 1 പത്രോസ് 3:18 നമ്മൾ ഇപ്രകാരം വായിച്ചു കടന്നു പോകുന്നത്. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു, അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. നീതിമാനായ ഒരുവന്റെ മരണം മൂലം നീതിരഹിതരായ സർവ്വ മനുഷ്യരും രക്ഷിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാകാം, എങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ കുരിശു മരണത്തിലൂടെ നാം എല്ലാം വീണ്ടെടുക്കപ്പെട്ടത് എന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു തെറ്റും ചെയ്യാത്ത ദൈവം തന്റെ ശരീരത്തിൽ എല്ലാ തെറ്റിനുമുള്ള പരിഹാരം ചെയ്തുകൊണ്ട് തന്നെ തന്നെ അർപ്പിച്ചതുവഴി തെറ്റ് ചെയ്തവരെല്ലാം മോചിപ്പിക്കപ്പെട്ടു എന്ന വിശുദ്ധ ഗ്രന്ഥം അടിവരയിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ നീതിപൂർവമായ അവിടുന്ന് തന്നെ രൂപപ്പെടുത്തിയ ആ കൽപ്പനയെ അങ്ങേയറ്റം ആദരവോടെ കണ്ടുകൊണ്ട് ആ തെറ്റിനെ അവിടുന്ന് മറ്റൊരു കൽപ്പനയാൽ പൂർത്തീകരിക്കുകയാണ്. ഒരു തെറ്റും ചെയ്യാത്തവൻ ശിക്ഷിക്കപ്പെട്ടത് വഴി തെറ്റ് ചെയ്തവർ മുഴുവൻ രക്ഷിക്കപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, 100 പേര് കൂടി ഒരാളെ കൊന്നിട്ട് ഒരു തെറ്റും ചെയ്യാത്ത, ആ കൊലപാതകത്തിനൊന്നും കൂട്ടുനിൽക്കാത്ത നിരപരാധിയായ ഒരുവൻ ശിക്ഷിക്കപ്പെടുമ്പോൾ, അവനെ മരണത്തിന് വിധിച്ച് അവൻ മരിക്കപ്പെടുമ്പോൾ അതുവഴി തെറ്റ് ചെയ്ത 100 പേരും സ്വതന്ത്രരാക്കപ്പെടുക എന്നുള്ളതാണ് നീതി. ഈ ലോകത്തിന്റെ നീതിയാണ്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നും തെറ്റ് ചെയ്യാത്ത ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നും, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ പോലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള നിയമമാണ്. അങ്ങനെ മനുഷ്യകുലം മുഴുവൻ തെറ്റ് ചെയ്ത പാപത്തിന് അടിമയാക്കപ്പെട്ടപ്പോൾ, നിത്യമായ മരണത്തിന് അവകാശിയായി മാറ്റപ്പെട്ടപ്പോൾ, ഒരു തെറ്റും ചെയ്യാത്ത അവിടുന്ന് തന്റെ ശരീരത്തിൽ തന്റെ പീഡനങ്ങളിലൂടെ, കുരിശു മരണത്തിലൂടെ എല്ലാ തെറ്റിനും പരിഹാരം ചെയ്തത് വഴി തെറ്റ് ചെയ്ത സർവ്വ മനുഷ്യരും, ആദ്യ മാതാപിതാക്കൾ തുടങ്ങി
ഈ ലോകത്തിൽ അവസാനമായി ജനിച്ച, അവസാനമായി പാപം ചെയ്യുന്ന അവസാനത്തെ മനുഷ്യന് പോലും വിമോചനം നൽകിക്കൊണ്ട് ദൈവപുത്രനായ ക്രിസ്തു 2000 വർഷം മുമ്പ് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചു എന്നത് നിത്യമായ സത്യവും യാഥാർത്ഥ്യവുമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, കൊളോസോസ് 1:13-14 വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അവരിലൂടെയാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ടത്, എല്ലാ പാപത്തിൽ നിന്നും നമുക്ക് മോചനം നൽകിയത്, അന്ധകാരത്തിന്റെ സാത്താന്റെ ആധിപത്യത്തിൽ നിന്ന്, അധികാരത്തിൽ നിന്ന്, ക്രൂര ഭരണത്തിൽ നിന്ന് നമ്മെയും മനുഷ്യകുലത്തെയും വീണ്ടെടുത്തത് അവിടുത്തെ കുരിശു മരണത്താലാണ് എന്ന്, അവിടുന്ന് രക്തം ചിന്തിയാലാണ് എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. അവിടാണ് 1 യോഹന്നാൻ 2:2 യോഹന്നാൻ ശ്രീ ഓർമ്മപ്പെടുത്തുന്നത്, അവൻ നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപം. അതേ പ്രിയപ്പെട്ടവരെ, അവൻ നാം ഓരോരുത്തരുടെയും ചെയ്ത പാപത്തിനുള്ള പരിഹാര ബലിയാണ്. അവൻ കുഞ്ഞാടാണ്. എന്റെ പാപത്തിന്റെ, നാം ഓരോരുത്തരുടെയും പാപത്തിനുള്ള പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ഒരേ സമയം ലോകം മുഴുവന്റെയും, സർവ മനുഷ്യ കുലത്തിന്റെയും, ആദ്യ മാതാപിതാക്കൾ തുടങ്ങി ഇനി അവസാനം ജനിക്കുന്ന മനുഷ്യന്റെ വരെ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് അവൻ സർവ മനുഷ്യകുലത്തെയും ആ അടിമത്തത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് കൊളോസോസ് 2:14-15 നാം വായിക്കുന്നത്, നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമം, എഴുതപ്പെട്ട നിയമം തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ ആ ലിഖിത നിയമത്തെ അവൻ മായ്ച്ചു കളഞ്ഞു മറ്റൊരു നിയമത്താൽ. അവൻ അതിനേക്കാൾ അമൂല്യമായ മറ്റൊരു ഉടമ്പടിയാൽ, മറ്റൊരു നിയമത്താൽ നമുക്ക് ദോഷകരമായി നിത്യമായ നരകത്തിന് അവകാശിയായ നമ്മെ തന്റെ കുരിശു മരണത്താൽ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്ത് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. Praise the Lord. Hallelujah. അവിടുത്തെ കുരിശു മരണത്തിലൂടെ സാത്താന്റെ ആധിപത്യത്തെയും അവന്റെ അധികാരത്തെയും എന്നേക്കുമായി അവൻ ഇല്ലായ്മ ചെയ്തു. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം വരിച്ചുകൊണ്ട് പരസ്യമായി അവനെ അവഹേളന പാത്രമാക്കി മാറ്റിയെന്ന വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് സത്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മെ സാത്താന്റെ അടിമത്തത്തിൽ നിന്ന്, ആദ്യ മാതാപിതാക്കളുടെ അനുസരണക്കേട് മൂലം ആ മനുഷ്യവംശം മുഴുവൻ സാത്താന്റെ അടിമത്തത്തിൽ അകപ്പെട്ടപ്പോൾ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ പരിപൂർണമായ അനുസരണം വഴി തന്റെ ശരീരത്തിൽ അവൻ ഏറ്റെടുത്ത പീഡനങ്ങളുടെയും അവിടുന്ന് ചൊരിഞ്ഞ രക്തത്തിന്റെയും അവിടുത്തെ പീഡാസഹനത്തിന്റെയും യോഗ്യതയാൽ പ്രിയപ്പെട്ടവരെ സാത്താന്റെ അടിമത്തത്തിൽ നമ്മെ വിമോചിപ്പിച്ച് സ്വതന്ത്രരാക്കി എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യവും സത്യവും. അതാണ് നമ്മൾ ഈ വലിയ ആഴ്ചയിൽ വിശുദ്ധ കുരിശിന്റെ യാത്രയിലുടനീളം നമ്മൾ ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. കഴിഞ്ഞുപോയ 40 ദിവസങ്ങളിലെ തീർത്ഥയാത്രയിൽ നമ്മൾ ധ്യാനിച്ച് കടന്നുപോയതും ഈ ക്രിസ്തുവിലൂടെ കൈവന്ന രക്ഷയെ കുറിച്ച് തന്നെയാണ്. ആ രക്ഷ പൂർത്തിയാക്കിയെന്ന് അവിടുന്ന് തെളിയിക്കാനായി അവിടുന്ന് അരുളി ചെയ്തതുപോലെ 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റുകൊണ്ട് സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചു എന്ന് തെളിവ് നൽകി. അതുകൊണ്ടാണ് പറഞ്ഞത് തോമാശ്ലീഹായോട്, നീ വാ, എന്റെ കരങ്ങൾക്കാണ് ആണിപ്പഴുതുകൾ നോക്ക്, ആ ആണിപ്പഴുത് നിന്റെ കൈവിരലിട്, ഇതാ ഞാൻ ഇന്നും ജീവിക്കുന്നവനായി നിങ്ങളോടൊപ്പമുണ്ട്. അവിടുന്ന് അപ്പം ചുട്ട് മത്സ്യം ചുട്ട് അവരോടൊപ്പം ഭക്ഷിച്ചുകൊണ്ടും പാനം ചെയ്തുകൊണ്ടും 40 ദിനരാത്രം അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് ഉയർത്തെഴുന്നേറ്റ് എല്ലാ കടവും വീട്ടി എന്ന് അവിടുന്ന് തെളിയിച്ചു. അങ്ങനെ അവൻ എല്ലാറ്റിന്റെയും കർത്താവായി, എല്ലാത്തിന്റെയും ഭരണകർത്താവായി, എല്ലാത്തിന്റെയും നാഥനായി അവിടുന്ന് മാറ്റപ്പെടുകയാണ്.
അതുകൊണ്ടാണ് റോമക്കെതിരെ 3:24 പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നത് അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെട്ടു. എന്റെ കടം വീട്ടി എന്ന അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന്, ഇനി എന്റെ തെറ്റിന് ഞാൻ പരിഹാരം ചെയ്യേണ്ടതില്ല എന്ന് അവിടുത്തെ ഉദ്ധാരണത്തിലൂടെ അവിടുന്ന് ഉയർപ്പ് നൽകി. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസം നിഷ്ഫലമാകുമായിരുന്നു. ക്രൈസ്തവ ജീവിതത്തിന്റെ കേന്ദ്രം ഉദ്ധാനം ചെയ്യപ്പെട്ട, എല്ലാ സത്താന്റെ അടിമത്തത്തിൽ നിന്നും വിമോചിപ്പിച്ച, വീണ്ടെടുത്ത് നമ്മളെ സ്വതന്ത്രരാക്കി എന്ന് തെളിവ് നൽകിയ, ഇന്ന് നമ്മോടൊപ്പം ജീവിക്കുന്ന, ഉദ്ധാനം ചെയ്ത കർത്താവാണ് നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമെന്ന് നാം തിരിച്ചറിയണം. വീണ്ടും അവിടുന്ന് പിതാവായ ദൈവത്തിന്റെ പക്കലേക്ക് വലതുഭാഗത്ത് ഭവിഷ്യനായി വീണ്ടും കടക്കാരനാകാതിരിക്കാനായിട്ടുള്ള സർവ സമ്പന്നതയും അവിടുന്ന് പ്രദാനം ചെയ്തു. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി. അതിനാൽ മർക്കോസ് 16:19 വായിക്കുന്നത്, കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു, അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഭവിഷ്യനായി. ഗലാത്യർ 5:1 കാണും, സാവന്നത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1:12 നാം വായിക്കും, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പീഡാസഹന, കുരിശുമരണ, ഉദ്ധാന, സുഖാരോഹണത്തിലൂടെ അവിടുന്ന് നമ്മുടെ രക്ഷകനും കർത്താവും ക്രിസ്തുവുമായി മാറ്റപ്പെട്ടു എന്നുള്ളത് ഏറ്റവും വലിയ സത്യവും യാഥാർത്ഥ്യവുമാണ്. ആ യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കി നമുക്കെടുക്കാം. 4 സുവിശേഷങ്ങൾ നമ്മൾ വായിച്ചു പോകുമ്പോൾ ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് കാനായിലെ കല്യാണ വിരുന്നിലാണ്. ആ കുടുംബം പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ അതിനെ അതിജീവിച്ചത് ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്, ക്രിസ്തുവിന്റെ ഇടപെടലാണ്. നിത്യരക്ഷകനായ ക്രിസ്തു ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് അവരെ അതിൽ നിന്ന് രക്ഷിച്ചത് എന്ന് നാം തിരിച്ചറിയണം. വീണ്ടും വിശുദ്ധ എന്ന് വായിച്ചു കടന്നു പോകുമ്പോൾ 12 വർഷക്കാലം രക്തസ്രാവം എന്ന അസുഖം ബാധിച്ച ഒരു സ്ത്രീയെ സുഖപ്പെടുത്തുന്ന ചിത്രം അവതരിപ്പിച്ചുകൊണ്ട് ക്രിസ്തു സൂചിപ്പിക്കുന്നത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അന്തർലീനമായിരിക്കുന്ന എല്ലാ പ്രതിസന്ധിയിൽ നിന്നും, ഒരു സ്ത്രീത്വത്തിന്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാവിധ വേദനകളിൽ നിന്നും, എല്ലാ ഭാരത്തിൽ നിന്നും രക്ഷിക്കുന്നവൻ ക്രിസ്തുവാണ് എന്ന് അടിവരയിട്ട് പറയുകയാണ്. അന്ധനായ ബർത്തിമേയുസിനെ അവിടുന്ന് കാഴ്ച നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യാൻ ക്രിസ്തുവാണ്. അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ വീണുപോയ, സാത്താന്റെ അടിമത്തത്തിൽ പോയ, ലക്ഷ്യബോധമില്ലാത്ത നമുക്ക് ലക്ഷ്യം നൽകിയത് ക്രിസ്തുവിന്റെ രക്ഷയിലൂടെയാണ് എന്ന് അവിടുന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. 38 വർഷമായി തളർന്നു കിടന്ന മനുഷ്യനെ സുഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തളർച്ചയിൽ നിന്നും, എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും വീണ്ടെടുക്കുന്നവൻ അവിടുന്നാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. സക്കൈവൂസിന്റെ ഭവനത്തിൽ കടന്നു ചെന്ന് അവനെ സ്വതന്ത്രനാക്കിക്കൊണ്ട് സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ആധിപത്യത്തിന്റെയും അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ചത് ക്രിസ്തുവാണ് എന്ന് അവിടുന്ന് സൂചിപ്പിക്കുകയാണ്. സാത്താന്റെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ച, കല്ലറയിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരുന്ന മനുഷ്യനെ വിമോചിപ്പിച്ചുകൊണ്ട് സ്വതന്ത്രനാക്കിക്കൊണ്ട് അവിടുന്നാണ് രക്ഷകൻ എന്ന വിശുദ്ധ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കുഷ്ഠരോഗിയെ, മാറാത്ത കുഷ്ഠരോഗത്താൽ ബാധിച്ചവരെ സുഖപ്പെടുത്തിക്കൊണ്ട് കർത്താവ് നിന്റെ ജീവിതത്തിന്റെ മാറാത്ത വ്യാധിയിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നവൻ ക്രിസ്തുവാണെന്ന് സൂചിപ്പിക്കുകയാണ്. സമരിയക്കാരിയുടെ ജീവിതത്തെ വീണ്ടെടുത്തുകൊണ്ട് അവന്റെ രക്ഷകൻ ക്രിസ്തുവാണെന്ന് സൂചിപ്പിക്കുകയാണ്. നിത്യമായും പാപത്തിൽ വസിച്ച പാപിനിയായ സ്ത്രീയെ സ്വതന്ത്രരാക്കപ്പെട്ടുകൊണ്ട് അവിടുന്ന് അവതരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ തിന്മയുടെ സാന്നിധ്യത്തിൽ നിന്നും, ആധിപത്യത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, മാനസികമായ പ്രതിസന്ധിയിൽ നിന്നും, എല്ലാ പ്രതികൂലത്തിൽ നിന്നും, സമ്പത്തിൽ നിന്നും, എല്ലാ അടിമത്തത്തിൽ നിന്നും വിമോചിപ്പിക്കുന്നവൻ ക്രിസ്തുവാണ് എന്ന് അവിടുന്ന് സൂചിപ്പിക്കുക മാത്രമല്ല, അവിടുന്ന് പൂർത്തിയാക്കുകയും ചെയ്യും.
പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സമയം ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ കുരിശ് രക്ഷയുടെ അടയാളമാണ്. ഉദ്ധിതനായ കർത്താവിന്റെ സാന്നിധ്യം ദിവ്യകാരുണ്യനാഥനായ വിശുദ്ധ ബലിയുടെ അപ്പമായി തീർന്ന, അപ്പത്തിന്റെ നാട്ടിൽ ജനിച്ച അപ്പമായി മാറിയ ആ ദിവ്യകാരുണ്യം നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമാണ്. പരിശുദ്ധാത്മാവിലൂടെ സർവസമ്പന്നതയും നൽകിക്കൊണ്ട് ദൈവമക്കളാക്കി നമ്മളെ മാറ്റിയ, നിത്യമാം സ്വർഗരാജ്യത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള കൃപാവരം നൽകിയ അവിടുത്തെ സാന്നിധ്യത്തെ നമുക്ക് ഓർക്കാം. സാധിക്കുന്നവരൊക്കെ വീഡിയോ നിങ്ങളൊന്ന് ഓണാക്കുക. നമ്മൾ ഒരുമിച്ച് അല്പസമയം പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെയും ഇന്നും എന്നും ഒരുവനായ ക്രിസ്തുവിന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഇപ്പോഴത്തെ എല്ലാ അവസ്ഥയെയും, എല്ലാ സങ്കടങ്ങളെയും, എല്ലാ പ്രതികൂലങ്ങളെയും, എല്ലാ രോഗങ്ങളെയും, മറ്റാരോടും പങ്കുവെക്കാൻ കഴിയാത്ത എല്ലാ മാനസിക പ്രയാസങ്ങളെയും, ജീവിതത്തിന്റെ എല്ലാ നെടുവീർപ്പുകളെയും ഇപ്പോൾ തന്നെ സുഖപ്പെടുത്തുന്ന കർത്താവിന്റെ മുമ്പിലാണ് നമ്മൾ ഈ ഓൺലൈനിൽ ആയിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടെ സാധിക്കുന്നവരെല്ലാം വീഡിയോ ഓണാക്കും. നിങ്ങളുടെ വീട്ടിലെ ഏത് സാഹചര്യത്തിലാണെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഉറപ്പെനിക്കുള്ളത്, ക്രിസ്തു ഇന്നും ജീവിക്കുന്നവനാണ്. 2000 വർഷം മുമ്പ് അവൻ കടന്നുപോയവനാൽ ഇന്നും ജീവിക്കുന്നവനായ ക്രിസ്തു ഇപ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ വരുന്ന, നിങ്ങളുടെ പനയിൽ വരുന്ന, നിങ്ങളുടെ വീട്ടിൽ വരുന്ന, നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന ആ കുരിശ് നാട്ടപ്പെടുന്ന രക്ഷകനായ കർത്താവിന്റെ വലിയ സാന്നിധ്യത്തിൽ പ്രിയപ്പെട്ടവരെ, അവരെ സുഖപ്പെടുത്താൻ കഴിയാത്തതായ ഒന്നുമില്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുമെന്ന ആ കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ മൈക്കൊന്നും ഓണാക്കാൻ കഴിയില്ലായിരിക്കും, പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് യേശുവിന്റെ നാമം ആവർത്തിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ നെടുവീർപ്പുകളുമായി, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ മുഴുവൻ ഭാരവുമായി, ജീവിതത്തിലെ മുഴുവൻ പ്രതികൂലങ്ങളുമായി ആ കുരിശിന്റെ ചുവട്ടിൽ നമുക്ക് അണയാം. യേശുവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈശോയെ, നീ എടുത്തുന്ന രക്ഷ ഞങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിൽ അനുഭവിക്കുവാൻ ഇപ്പോൾ ഞങ്ങൾ ഈ ഓൺലൈനിൽ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന സമയം, the name of Jesus, the name of Jesus, യേശുവേ, യേശുവേ, നിന്റെ കുരിശ് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഭവനത്തിൽ നാട്ടണമേ. ഓ യേശുവേ, ഞങ്ങളുടെ മാനസിക പ്രയാസങ്ങളുടെ മേൽ, ഞങ്ങളുടെ വിട്ടുമാറാത്ത രോഗത്തിന്റെ മേൽ, ഞങ്ങളുടെ സങ്കടത്തിന്റെ മേൽ, ഞങ്ങളുടെ സാമ്പത്തികമായ പ്രതിസന്ധിയുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിലെ മാതാപിതാക്കളുടെ, മക്കളുടെ, ജീവിത പങ്കാളിയുടെ എല്ലാ പ്രതിസന്ധിയുടെ മേലും കർത്താവായ യേശുവേ, നീ ഇപ്പോൾ തന്നെ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധനായ ബർത്തിമേസിനെ തൊട്ട് സുഖപ്പെടുത്തിയ കർത്താവേ, സക്കേവൂസിന്റെ കുടുംബത്തെ പൂർണ്ണമായി വിമോചിപ്പിച്ചവനെ, സമരിയക്കാരിയുടെ ജീവിതത്തിൽ പ്രകാശമായി വെളിച്ചമായി വന്നവനെ, പാപിനിയായ സ്ത്രീയെ പാപത്തിന്റെ അടിബന്ധത്തിൽ നിന്ന് വിമോചിപ്പിച്ചവനെ, 38 വർഷമായി ബെസൈനാക്കുളക്കരെ തളർന്നു കിടന്നവനെ വിമോചിപ്പിച്ച് സ്വതന്ത്രനാക്കിയവനെ, കുഷ്ഠരോഗത്താൽ സൗഖ്യപ്പെട്ടവനെ സുഖപ്പെടുത്തിയവനെ, രക്തസ്രാവം അസുഖം ബാധിച്ച ക്ലേശിച്ചവളെ സുഖപ്പെടുത്തിയ കർത്താവെ, ഞങ്ങൾ ഈ സമയം അവിടുത്തെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയാൽ എല്ലാ മുട്ടുകളും അടങ്ങുന്ന, എല്ലാ നാവും ഏറ്റുപാടുന്ന, എല്ലാവരും രക്ഷിക്കപ്പെടുന്ന ആ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ നാമത്തിന്റെ ശക്തിയാൽ, നിന്റെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയാൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഭാഗങ്ങളിലായിരിക്കുന്ന ഞങ്ങളെ ഈ സമയം അവിടെ ആശീർവദിക്കണമേ. ഞങ്ങളെ ഈ സമയം സുഖപ്പെടുത്തണമേ. അവിടുത്തെ വിശുദ്ധ കുരിശ് ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ ഭവനത്തിൽ നാട്ടണമേ. ആ കുരിശിന്റെ പ്രകാശം ഞങ്ങളിൽ അങ്ങ് വർദ്ധമാനമാക്കണമേ. ഓ ഉയർത്തെഴുന്നേറ്റ കർത്താവേ, നിന്റെ സജീവ സാന്നിധ്യത്താൽ, നിന്റെ സജീവ സാന്നിധ്യത്താൽ ഞങ്ങളുടെ ജീവിത പ്രകാശപൂർണ്ണമാകട്ടെ. ഓ യേശുവേ, ഈ സമയം ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന, പങ്കെടുക്കുന്ന ഓരോരുത്തരെയും അങ്ങ് സുഖപ്പെടുത്തണമേ. ഓരോരുത്തരെയും അങ്ങ് ആശ്വസിപ്പിക്കണമേ. അധ്വാനത്തിന്റെയും ജീവിതത്തിന്റെയും ഭാരത്താൽ നൊമ്പരത്താൽ കഷ്ടപ്പെടുന്നവരെ അങ്ങ് സൗഖ്യപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ആരാധന, ആരാധന, ആരാധന. പ്രിയപ്പെട്ടവർ, രാത്രി മുഴുവൻ യേശുവിന്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷകനായ കർത്താവായ ക്രിസ്തുവിന്റെ ആ കുരിശിൻ ചുവട്ടിൽ നമുക്ക് അഭയം തേടാം. ആ കുരിശ് രക്ഷയുടെ അടയാളമാണ്, പാപമോചനത്തിന്റെ മുദ്രയാണ്, ജീവന്റെ രക്ഷയാണ്, നിത്യജീവനിലേക്കുള്ള വഴികാട്ടിയാണ്. ആ കുരിശിനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ആ കുരിശിനെ ആശ്ലേഷിച്ചുകൊണ്ട് ഉദ്ധിതനായ കർത്താവിന്റെ കൂടെ ആത്മാവിൽ നമുക്ക് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കും.
ഷിബു മൈക്ക് മൂട്ടാണ്. മൈക്ക് മൂട്ടാ. ആരുടെയാ മണിച്ചേട്ടാ? ഷിബുവിന്റെ മൈക്ക് മൂട്ടായിരുന്നു. ഞാൻ നിർത്തിയതാ. പ്രിയമുള്ളവരെ, നമ്മള് വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കാറില്ല. വലിയ ആഴ്ചയിൽ പ്രവേശിക്കുമ്പോൾ ഇന്ന് നമ്മൾ കേട്ട ക്ലാസ് വലിയ ആഴ്ചയായിട്ടുള്ള അടുത്ത ഒരുക്കത്തിന് ഒത്തിരി കാരണമായി തീരട്ടെ. നാളെ നമ്മൾ ഓശാന ഞായർ ആഘോഷിക്കും. എത്രയോ ഇതുവരെ നമ്മൾ ആഘോഷിച്ച ഓശാന ഞായറിനേക്കാൾ ഒരു പടി കൂടി മുന്നിലാകട്ടെ ഈ ആഴ്ച ഈ വർഷം നമ്മൾ ആഘോഷിക്കുന്ന ഓശാന ഞായർ. ഈശോ നമ്മുടെ രക്ഷകനാണ്, നാഥനാണെന്ന് നമ്മൾ കൃത്യമായി കണ്ടെടുത്ത് കഴിഞ്ഞു. ആ ഈശോയാൽ നയിക്കപ്പെടേണ്ടവരാണ്. ആ രക്ഷൻ നമുക്ക് വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടതെന്നും നമുക്ക് വേണ്ടിയാണ് അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതെന്നും അത് തൻ്റെ ശരീരരക്തങ്ങളാണ് നമുക്ക് പങ്കുവെച്ച് തന്നതെന്നൊക്കെ ആഴമായ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് വരാൻ പരിശ്രമിക്കാം. പ്രത്യേകിച്ച് പെസഹ കാലത്ത് കുംഭസാരം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണല്ലോ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ നമുക്ക് നേടിത്തന്ന രക്ഷ സ്വന്തമാക്കാൻ വേണ്ടി നല്ലൊരു കുംഭസാരം നടത്താൻ നമുക്ക് ഒരുങ്ങാം. നല്ലൊരു കുംഭസാരത്തിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം കർത്താവിന്റെ കാൽവരി കുരിശിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കാൽവരി കുരിശിലെ ബലിയിലൂടെ സാത്താന്റെ അടിമത്തത്തിൽ നിന്നും നമ്മെ മോചിപ്പിച്ച ഈശോ അവിടുത്തെ ഉദ്ധാനത്തിലൂടെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധികാരം ലഭിച്ച അവിടുന്ന് നമ്മളെ കുറ്റവിമുക്തരാക്കിയെങ്കിൽ അത് നമുക്ക് സ്വന്തമാക്കാം. പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരും വന്നറിയാൻ വേണ്ടി ഉദ്ധാന തിരുനാളിന് വേണ്ടി നമുക്ക് നന്നായിട്ട് ഒരുങ്ങാം. അതുകൊണ്ട് ഈ വിശുദ്ധ വാരത്തില് നമ്മൾ മറ്റ് പ്രോഗ്രാംസ് ഗ്രൂപ്പ് മീറ്റിങ്ങുകളൊന്നും ചെയ്യുന്നില്ല. കാരണം ഈശോയോട് കൂടെ കൂടുതലായിരിക്കാൻ വേണ്ടി ഒരു അവസരം ഒരുക്കുക എന്ന കയ്യില്. അപ്പോൾ അടുത്ത ശനിയാഴ്ച നമുക്ക് ക്ലാസ് ഉണ്ടാവുകയില്ല. പിന്നത്തെ ശനിയാഴ്ചയാണ് നമ്മൾ ക്ലാസ് വരിക. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആഴ്ചയിലാണ് നമ്മുടെ സബ് ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ ഉണ്ടാവുക. അതായത് ഏപ്രിൽ 1, 2, 3, 4 തീയതികളിൽ നമുക്ക് സബ് ഗ്രൂപ്പ് മീറ്റിംഗ് ഉണ്ടാവും. അപ്പൊ ഇന്ന് പങ്കെടുക്കാത്തവരെയൊക്കെ ആ സബ് ഗ്രൂപ്പ് മീറ്റിംഗിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകമായിട്ട് പരിശ്രമിക്കണമേ. ബഹുമാനപ്പെട്ട ജോഷി അച്ഛൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ജോഷി അച്ഛൻ നമ്മളോടൊപ്പം ചെയ്യാണ്. അച്ഛാ, പ്രാർത്ഥിച്ചിട്ട് പോയേക്കാം. സമയം 9:15. പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ പിതാവേ, ഞങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. അവിടുത്തെ തിരുപുത്രനായ ഈശോയെ ഭൂമിയിലേക്ക് അയച്ച് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് ഞങ്ങളെല്ലാവരും രക്ഷിക്കേണ്ടത് അങ്ങ് അവിടുത്തെ തിരുപുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ഈശോ അവിടുത്തെ ഹിതം പൂർണ്ണമായും നിറവേറ്റിയ പീഡാസഹന മരണ ഉത്ഥാനങ്ങളുടെ വാരത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുക. കർത്താവേ, ഓശാന ഞായറോടുകൂടി ഈശോ ജെറുസലേമിൽ തൻ്റെ വലിയ ബലിയുടെ ആ ഒരുക്കങ്ങളിലാണല്ലോ. നന്ദി പറയുന്ന കർത്താവെ, ഈ വിശുദ്ധ വാരത്തിനായി ഞങ്ങളെ ഈ നോമ്പ് ദിനങ്ങളിലൂടെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈശോയുടെ രക്ഷയിൽ ആഴപ്പെടാനുള്ള അതിസുന്ദരമായ ദിനങ്ങളാക്കി ഈ ദിനങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളും ഒത്തിരിയേറെ ഉച്ചത്തിൽ ഒലിവിലകൾ വീശിയാട്ടിക്കൊണ്ട് ഓശാന ഓശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഓശാന എന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളും പാടട്ടെ. കർത്താവ് അതുപോലെ തന്നെ ഞങ്ങളുടെ കടന്നു വരുന്ന കർത്താവിന് ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും ഞങ്ങൾ പരവതാനി വിരിച്ച് സ്വീകരിക്കട്ടെ. കർത്താവെ, ഈശോയോടുകൂടെ സഞ്ചരിക്കാൻ, അവിടുത്തെ സഹനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകാൻ, അവിടുത്തെ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും പാതയിൽ ആഴപ്പെടാൻ, ഈശോയെ അങ്ങയുടെ പ്രത്യേക മാംവിധത്തിലുള്ള പിതാവിന്റെ ഹിതം നിറവേറ്റാനുള്ള ആ വലിയ ദാഹവും വലിയ ശ്രദ്ധയും ജാഗ്രതയും കർത്താവെ, അത് പരിശീലിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ വിശുദ്ധ വാരത്തിൽ ദൈവഹിത നിർവഹണത്തിനായി
ഞങ്ങളെ അങ്ങ് ഒരുക്കണമേ എന്ന് പ്രത്യേകമാവിധം പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാനങ്ങളുടെ ശക്തി ഞങ്ങളുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ സമൂഹത്തിലും അനുഭവിക്കാൻ ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. പരിശുദ്ധമേ, ഈ ആഴ്ച വേദനയുടെ ഈ ആഴ്ച അമ്മയുടെ ആഴ്ചയാണ്. ഉണ്ണിയെ കയ്യിലെടുത്തുകൊണ്ട് ശിമയോൻ പറഞ്ഞ ആ വാക്യം, അത് അക്ഷരാർത്ഥത്തിൽ പൂർത്തിയായത് ഈ ഒരാഴ്ചയിലാണ്. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു. പരിശുദ്ധമേ, അമ്മ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ആ വാൾ ഞങ്ങളുടെ മനസ്സുകളിൽ അമ്മ പകർന്നു തരണമേ. ഈശോയുടെ പീഡാസഹനങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളെ കൂടുതൽ സുന്ദരമാക്കട്ടെ, കൂടുതൽ ഫോക്കസ്ഡ് ആക്കട്ടെ, കൂടുതൽ ഷാർപ്പ് ആക്കട്ടെ. അങ്ങനെ വചനത്തിന്റെ ആ ശക്തി, മൂർച്ച, അത് ഞങ്ങൾ അറിയട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷയോടുകയാണ്. കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി. അച്ഛാ, ഒത്തിരി നന്ദി അച്ഛാ. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അത് കൂടുതലായിട്ട് നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. നമ്മൾ അടുത്ത പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാനുള്ളത്. അച്ഛൻ്റെ പ്രാർത്ഥന എപ്പോഴും ഈ ആഴ്ചയിൽ ഞങ്ങളോട് കൂടി ഉണ്ടാവും.